തീരദേശത്തെ കായിക പ്രേമികളുടെ ചിരകാല സ്വപ്നം ഇനിയും പൂവണിയാതെ സാങ്കേതിക കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ്. ഓരോ നിയോജകമണ്ഡലത്തിലും കളിക്കളം. സംസ്ഥാന സർക്കാർ 1 കോടി രൂപയാണ് ഇതിനായി ചിലവഴിക്കുന്നത്. തിരൂർ നിയോജകമണ്ഡലത്തിൽ വെട്ടം പഞ്ചായത്തിലെ വാക്കാട് സ്റ്റേഡിയമാണ് കളിക്കളം നവീകരണത്തിനായി തിരഞ്ഞെടുത്തത്. വർഷങ്ങൾ 4 പിന്നിട്ടിട്ടും പ്രഖ്യാപനങ്ങളിലേക്ക് ചുരുങ്ങുക മാത്രമാണ് ചെയ്തത്. കായിക പ്രേമികളുടെ ചിരകാല സ്വപ്നത്തിന് മങ്ങലേൽപ്പിച്ചതാരും. ഞാൻ ബൈജു വരിക്കാഞ്ചിറ. വെട്ടം വോയിസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആയിരത്തി 1990 കാലഘട്ടത്തിലാണ് വെട്ടം പഞ്ചായത്തിൽ സ്റ്റേഡിയത്തിനായി സർക്കാർ ഭൂമി അനുവദിച്ചത്. വാക്കാട് ആശുപത്രിപ്പടിക്ക് കിഴക്ക് ഭാഗത്ത് 1 ഏക്കർ ഭൂമിയാണ് സ്റ്റേഡിയത്തിനായി അനുവദിച്ചത്. CMT അബ്ദുറഹിമാനായിരുന്നു അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. അന്ന് വെട്ടം പഞ്ചായത്തിൽ മംഗലം പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശവും ഉൾപ്പെട്ടിരുന്ന കാലഘട്ടമായിരുന്നു. പിന്നീട് 2010-15 കാലഘട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് P. സൈനുദ്ദീൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് സ്റ്റേഡിയം നവീകരിച്ചു. ബൗണ്ടറി നിർമ്മാണവും റോഡ് നിർമ്മാണവും യാഥാർത്ഥ്യമായെങ്കിലും തുടർന്നിങ്ങോട്ട് കാര്യമായ വികസനമൊന്നും നടന്നിട്ടില്ല എന്ന് വേണം പറയാൻ. വെട്ടം പഞ്ചായത്തിൻ്റെയും തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കായികോത്സവത്തിൻ്റെയും മിക്ക കായിക ഇനങ്ങളും സംഘടിപ്പിച്ചു വരുന്നത് ഈ സ്റ്റേഡിയത്തിലാണ്. വെട്ടം പഞ്ചായത്തിൽ നിന്നും ഫുട്ബോൾ, ക്രിക്കറ്റ്, കബഡി മത്സര ഇനങ്ങളിലായി നിരവധി താരങ്ങളാണ് സംസ്ഥാന തലങ്ങളിലടക്കം സാന്നിധ്യം അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ അനുവദിക്കാമെന്ന് പറഞ്ഞ 50 ലക്ഷം രൂപ വർഷം 4 പിന്നിട്ടിട്ടും അനുവദിച്ചിട്ടില്ലെന്ന് കുറുക്കോളി മൊയ്തീൻ MLA പറഞ്ഞു. പ്രഖ്യാപനം മാത്രം പോരാ, തുടർ തീരുമാനവും വേണമെന്നും പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 2022 ബഡ്ജറ്റ് വന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഓരോ സ്റ്റേഡിയം നവീകരിക്കും, അതിന് 1 കോടി രൂപ നീക്കിവെക്കുന്നു, 1 കോടി രൂപ വീതം നീക്കിവെക്കുന്നു. വളരെയേറെ സന്തോഷിച്ചു. സ്റ്റേഡിയത്തിൻ്റെ പേരും ബജറ്റിൻ്റെ വിശദാംശങ്ങൾ വന്നപ്പോൾ അതിൽ കുറിച്ചിട്ടിരുന്നു വെട്ടം പഞ്ചായത്തിനാണ്, സർക്കാർ തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് വിശദാംശങ്ങൾ അറിഞ്ഞപ്പോഴാണ് 1 കോടി രൂപയിൽ 50,000 ഗവൺമെൻറ് തരുമെന്നും 50 ലക്ഷം രൂപ ഗവൺമെന്റ് തരുമെന്നും 50 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് നീക്കിവെക്കുകയും ചെയ്യണം എന്ന നിർദ്ദേശം പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാലും ഞാൻ സന്തോഷിച്ചു. 50 ലക്ഷം കൊടുത്താലും ഒരു 50 ലക്ഷം ഗവൺമെന്റിന്റെ നിക്ഷേപം വരുമല്ലോ എന്ന് കരുതി ആ വർഷം തന്നെ നമ്മൾ പണം നീക്കിവെച്ചു. പക്ഷേ വർഷം 2 കഴിഞ്ഞിട്ടും ഒരു ഫലം ഉണ്ടായില്ല. അങ്ങനെ മിനിസ്റ്ററുമായി ഞാൻ ആ ഫണ്ട് മാറ്റി മറ്റു കാര്യങ്ങൾക്ക് കൊടുത്തു. പിന്നീട് മന്ത്രിയുമായി സംസാരിച്ചപ്പോഴാണ് അത് തുടരാമെന്നും ഫണ്ട് അനുവദിക്കണമെന്നും പറഞ്ഞു. അപ്പം ഞാൻ ഗ്രാമപഞ്ചായത്തുമായി പ്രസിഡന്റുമായി സംസാരിച്ച് 25 ലക്ഷം രൂപ പഞ്ചായത്തും 25 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്നും നീക്കിവെക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ 50 ലക്ഷം രൂപ പഞ്ചായത്തും ഞാനും ചേർന്ന് കൊടുത്തു. ഇപ്പോഴും ഗവൺമെന്റിന്റെ വിഹിതം വരാത്തതുകൊണ്ട് വഞ്ചി തിരുനക്കര തന്നെ എന്ന് പറഞ്ഞൊരു അവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത്. ഒരു വ്യക്തമായ തീരുമാനം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. മന്ത്രി ഉടനെ അത് ലഭ്യമാകും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും 4 വർഷം പിന്നിട്ടിട്ടും ആ ഫണ്ട് ലഭ്യമായിട്ടില്ല. സ്റ്റേഡിയങ്ങളുടെ ഒക്കെ സ്ഥിതി ഇങ്ങനെയാണ്. ഒരു പ്രഖ്യാപനം വന്നാൽ ആ വർഷം തന്നെ അതിനു വേണ്ട തുടർ തീരുമാനങ്ങൾ ഉണ്ടാക്കുകയും പണം അനുവദിക്കുകയും ചെയ്താൽ മാത്രമേ
ഈ പ്രഖ്യാപനങ്ങൾക്ക് ഒരു ഫലമുള്ളൂ, അർത്ഥമുള്ളൂ. ദൗർഭാഗ്യവശാൽ പല പ്രഖ്യാപനങ്ങളിൽ മാത്രം അങ്ങ് ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ള ദൗർഭാഗ്യകരമായ ഒരു വസ്തുത നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം ഞാൻ ബഹുജനങ്ങളുമായി പങ്കുവെക്കാൻ കൂടി ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നു. ഭയങ്കര വെള്ളപ്പൊക്കമാണ് സ്റ്റേഡിയത്ത്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം. അന്ന് MLA ഒരു കോടിയൊക്കെ പറഞ്ഞതാണ്. ഇവിടെ വന്നു നോക്കി, കുട്ടികൾക്കൊന്നും കളിക്കാൻ സാധില്ല, വെള്ളപ്പൊക്കമായിട്ട്. സ്റ്റേഡിയം നവീകരണത്തിനായി കായിക വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നതായും MLA അനുവദിച്ച 50 ലക്ഷം രൂപ പിൻവലിച്ചതും MLA സർക്കാരിന് സമർപ്പിച്ച പ്രൊപ്പോസലിലെ സാങ്കേതികത്വവുമാണ് ഫണ്ട് ലാപ്സാവാൻ കാരണമെന്നും തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ പറഞ്ഞു. കേരള സർക്കാർ ഓരോ നിയോജക മണ്ഡലങ്ങളിലും 1 കോടി രൂപ ചെലവിൽ ഒരു കളിക്കളം സ്ഥാപിക്കണമെന്നും അതിനെ തുടർന്ന് എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളങ്ങൾ വരണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിന്റെ പ്രാഥമികമായിട്ടാണ് ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു കളിക്കളം എന്ന ആശയം കൊണ്ടുവന്നത്. അത് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ 50 ലക്ഷം രൂപ സർക്കാരും 50 ലക്ഷം രൂപ ജനകീയമായി കളക്ട് ചെയ്യുകയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ MLAയോ ഏതെങ്കിലും ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കുകയോ ചെയ്യുന്ന മുറക്ക് 1 കോടി രൂപ ചെലവഴിച്ച് ഒരു സ്റ്റേഡിയം ഉണ്ടാക്കാമെന്നുള്ള പ്രഖ്യാപനമാണ്. സർക്കാർ ആ പ്രഖ്യാപനം ആലോചിക്കുന്ന വേളയിൽ തന്നെ ഓരോ മണ്ഡലത്തിലും ഏതാണ് പ്രിഫർ ചെയ്യാൻ പോകുന്നത് എന്ന് അതിന്റെ ചർച്ച നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കായിക മന്ത്രിക്ക് ഞാൻ ഒരു നിവേദനം നൽകുകയും നിലവിൽ സ്റ്റേഡിയമായിട്ട് ഉപയോഗിക്കുന്ന വെട്ടപഞ്ചായത്തിന്റെ സ്റ്റേഡിയം നവീകരിച്ച് കുറെ കൂടി മെച്ചപ്പെട്ട സൗകര്യങ്ങളോടുകൂടി സ്റ്റേഡിയം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന പക്ഷം 50 ലക്ഷം രൂപ കണ്ടെത്താനുള്ള ശ്രമം നാം നടത്താൻ തയ്യാറാണെന്ന് അറിയിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ഓരോ നിയോജക മണ്ഡലങ്ങളിൽ പ്രഖ്യാപിച്ച കളിസ്ഥലങ്ങളിൽ വെട്ടം സ്റ്റേഡിയവും ഉൾപ്പെട്ടു. ആ കൊല്ലം ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ പഞ്ചായത്ത് ഭരണസമിതിയോടുകൂടി ആലോചിച്ച് 25 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തും 25 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തും നീക്കിവെക്കാൻ തീരുമാനിക്കുകയും അത് സർക്കാരിനെ അറിയിച്ച് ബാക്കി 50 ലക്ഷം രൂപ ചെലവഴിച്ച് സ്റ്റേഡിയം ഉണ്ടാക്കാനും തീരുമാനിച്ചു. അതിനിടയിലാണ് ബഹുമാനപ്പെട്ട തിരൂർ നിയോജക മണ്ഡലം MLA 50 ലക്ഷം രൂപ ഈ കാര്യത്തിനായി MLA ഫണ്ടിൽ തന്നെ നീക്കിവെക്കുന്നു എന്ന് ഞങ്ങളോടൊക്കെ പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ആ വർഷം വെച്ച ഫണ്ട് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്തു. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് MLA എഴുതി കൊടുത്തത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സ്റ്റേഡിയം ഉണ്ടാക്കുന്നത് സ്പോർട്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് എഞ്ചിനീയറിംഗ് വിങ്ങുണ്ട്. അപ്പൊ കലക്ടർക്ക് യഥാർത്ഥത്തിൽ എഴുതി കൊടുക്കേണ്ടിയിരുന്നത് ആ ഫണ്ട് ഇവർക്ക് കൈമാറുന്നതിന് തടസ്സമില്ല എന്നാണ്. പക്ഷെ MLA എഴുതി കൊടുത്തത് സാധാരണ MLA വർക്ക് നടക്കുന്നത് പോലെ LSTD മുഖേന നടപ്പാക്കുന്ന രീതിയിൽ LSTD എഞ്ചിനീയറിംഗ് വിഭാഗം മുഖേന നടപ്പാക്കുന്ന രീതിയിലാണ് എഴുതി കൊടുത്തത്. ആ സാങ്കേതികത്വം കൊണ്ട് ആ വർഷം ആ വർക്ക് നടക്കാതിരിക്കുകയാണ് ചെയ്തത്. പിന്നീട് ഇപ്പോ MLA 25 ലക്ഷമായി ചുരുക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. മറ്റതിന്റെ വിശദാംശങ്ങളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അറിവുള്ളതല്ല. എന്തായാലും വെട്ടപഞ്ചായത്തിന്റെ കളിസ്ഥലം വൈകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഈ സാങ്കേതികത്വമാണ്. അന്ന് MLA 50 ലക്ഷം ചെലവഴിക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചത് കൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും അന്ന് ഫണ്ട് നീക്കിവെച്ച ഫണ്ട് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചത്. എന്തായാലും ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഇപ്പോഴും വെട്ടം ഗ്രാമപഞ്ചായത്ത് ഇപ്പോഴും ആ കളിസ്ഥലത്തിന് വേണ്ടി ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. സ്വാഭാവികമായിട്ടും അതിന്റെ പ്രോപ്പർ ചാനലിലൂടെ ഇത് നടപ്പിലാക്കിയാൽ മറ്റു പല സ്ഥലങ്ങളിലും ഈ കളിക്കളം യാഥാർത്ഥ്യമായി താനൂർ ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലങ്ങളിൽ
ഈ കളിസ്ഥലം യാഥാർത്ഥ്യമായി. അത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം അതെല്ലാം ഈ സാങ്കേതികത്വം ഒഴിവാക്കുന്ന രൂപത്തിൽ നമ്മുടെ സ്പോർട്സ് ഫൗണ്ടേഷൻ അവരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് പ്രത്യേക എഞ്ചിനീയറിംഗ് വിങ്ങുണ്ട്. അവരതിൻ്റെ കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ നമ്മുടെ സ്റ്റേഡിയം ഒക്കെ പരിശോധിച്ചതാണ്. അവർ അതിനുള്ള പ്രപ്പോസലൊക്കെ തയ്യാറാക്കിയതാണ്. ആ നിലയിൽ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സ്റ്റേഡിയം വളരെ പെട്ടെന്ന് യാഥാർത്ഥ്യമാകുമെന്നാണ് കരുതുന്നത്. നിരവധി കായിക താരങ്ങളെ സമ്മാനിച്ച തീരദേശത്തോട് ഇനിയെങ്കിലും കനിയണം. കായികവട്ടത്തിന് വെട്ടം കാണാൻ വാക്കാട് സ്റ്റേഡിയത്തിന് കഴിയണം. അധികൃതർ അതിനായി ഉണരണം. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.